ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ നിത്യമ്മ എന്റെ ശരിക്കും അമ്മയാവണേ? ഞാൻ ഇപ്പോഴും മോളുടെ അമ്മ തന്നെയല്ലേ, പിന്നെന്താ? ആണോ? എനിക്ക് നിത്യാമ്മയുടെ അച്ഛനെയും കൈപിടിച്ച് ഒരുപാട് സ്ഥലത്തേക്ക് പോണം. എന്റെ കൂട്ടുകാരെയൊക്കെ കാണിക്കണം, അവരുടെ വീട്ടിലും പോണം. നാണം കെട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നല്ലോ. ഇനി ഇങ്ങനൊരു ആവശ്യമായിട്ട് അവള് മുന്നോട്ട് വരില്ല. അങ്ങനെയൊന്നും പ്രതീക്ഷിക്കണ്ട. ഈ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന സ്വഭാവം വീണയ്ക്കില്ലല്ലോ. ചില അഗ്നിപർവ്വതങ്ങൾ പോലെ കാണുമ്പോ ശാന്തമായിരിക്കും, പക്ഷേ എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. ഇനി പറഞ്ഞെങ്കിൽ വരട്ടെ, എന്തായാലും ഇപ്പൊ ഒരു ഊർജമൊക്കെ ഉണ്ടല്ലോ. നമ്മളേതായാലും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചാ അതിന്റെ ഇടയിൽ നിന്ന് മോളെ ചോർത്തിക്കൊണ്ടു പോകാനൊന്നും അവൾക്ക് പറ്റിയേല. കല്യാണം നിന്റെ മകളല്ലേടാ. അമ്മാവൻ വാ, പോ. നിത്യ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. കാണാൻ വല്ലാത്തൊരു വെമ്പല. ചുമ്മാരിക്കാം അമ്മാവൻ. ഓ ഓ ചേട്ടാ എത്രേ? 20. ശരി, കുറച്ചേരം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ പറമ്പ് തിന്നായിരുന്നു. ഉള്ള ഐസ്ക്രീമൊക്കെ തിന്ന് പുഴുപ്പല്ലേ വരും. നോക്കിക്കോ. പോലീസ് ഒരുപാട് ചീത്ത പറഞ്ഞു. ആണോ? ഇനി പോലീസ് സ്റ്റേഷന്റെ ഭാഗത്ത് കണ്ട അടി കിട്ടുന്ന പറഞ്ഞ. എനിക്കിനി അച്ഛന്റെ അടുത്തുനിന്ന് ഒരിടത്തും പോവണ്ട, അങ്ങനെ പറഞ്ഞേ. മോളെ ആ കൈയൊന്ന് നീ തന്നെ. നിന്റെ ഐഡിയ കലക്കി മോളെ. മോളെ സത്യം പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും അവിടേക്ക് പോയത്. കൃത്യസമയത്ത് മോള് പറഞ്ഞ കാര്യമുണ്ടെന്ന് ഹാരി അങ്ങോട്ട് എടുത്തിട്ട് അതോടെ അവള് വാല് ചുരുട്ടി. പത്രസമ്മേളനം നടത്തി മകളുള്ള കാര്യം അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അപ്പോഴേ തുടങ്ങി വീണയുടെ വെപ്രാളം. പിന്നെ നടക്കില്ല എന്നുള്ളത് അവള് തന്നെ തീർത്ത് പറഞ്ഞു. അതെ, കല്യാണം കഴിഞ്ഞതാണ്, കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞാല് സിനിമാ ലോകം അവളെ സ്വീകരിക്കില്ലാന്ന്. അല്ലേലും അവള് ദേശാവാടൊക്കെ കൈ മേടിച്ച് വെച്ചിരിക്കുന്ന ഒരു നടിയാണല്ലോ. കൂടുതൽ കുറ്റൊന്നും പറയണ്ട. ഇതിന്റെ കലയും കൂടെ കൂട്ടി വീണൊരു വരവുണ്ട്. അത് ഞാൻ പറഞ്ഞു. വരട്ടടി മോളെ. ഞാൻ അവളുടെ കാര്യത്തില് ചില അബദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ശരിയാ. തല്ലുകൊണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, അമ്മയില്ല എന്നൊരു ആനുകൂല്യം. അല്ല, പറയാനാണെങ്കിൽ ഒന്നല്ലേ ഉള്ളൂ. മക്കളെ, നമ്മൾ ഈ ചിട്ടിയില് കുറിയൊക്കെ വെച്ചിട്ട് അവസാനം ഒരുമിച്ച് കിട്ടുന്ന ഒരു ഏർപ്പാടില്ലേ? അതുപോലെ ചിലപ്പോ എന്റെ മോളെ ഒന്നിച്ചു മേടിക്കാനായിരിക്കും ഇനി വരിക. അസല് ചൂരല് വടി വെട്ടിവെച്ചിട്ട് ഒന്നിച്ചു കൊടുക്കുകയും ചെയ്യും ഞാൻ. അപ്പൂപ്പ, അങ്ങനെ വീണാമ വരുവാണെങ്കിലേ ഞാൻ സ്കൂളിലാണെങ്കിൽ എന്നെയും വിളിപ്പിക്കണം. അതെന്തിനാ മോളെ? എനിക്ക് കാണണ്ടേ വീണാമ തല്ലുകൊള്ളുന്നത്. അയ്യോടിയടാ, അവളെ അതുകൊണ്ട് സീരിയസ് ആയിട്ട് എടുത്തു. ഇങ്ങ് വന്നേ, വാ വാ വാ. നിത്യാമ്മ, ഞാൻ പോയിട്ട് വരാവേ.
ഇരുളില്ലാത്ത തലയില് ഇത്തിരി വെളിച്ചം വെപ്പിച്ചതിന്. തോൽവിയുടെ വക്കത്ത് നിൽക്കായിരുന്നവർ അവിടുന്ന് താൻ പിടിച്ച് കരകയറ്റിയത്. ഇവളിനി എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇങ്ങോട്ട് പോരുമ്പോ മുഴുവൻ അവളത് പറയായിരുന്നു. ആദിയില്ലാതെ വിഷമിക്കുന്ന തന്റെ അടുത്ത് ഇനി അവൾ എപ്പോഴും ഉണ്ടാവും. എന്നാ ഹരിച്ചല്ല ഞാൻ അത് ഇനിയും ഇതുപോലെ ചിലപ്പോൾ നിലയില്ലാത്ത കയത്തിലൊക്കെ വീണുപോകും. അപ്പോ ഒന്ന് കൈനീട്ടി തരണം. എനിക്കൊന്ന് പിടിച്ചു കയറാനാ. ഗ്യാരണ്ടി ഒന്നുമില്ല. ഹരി വെള്ളപ്പൊക്കത്തിലാണെങ്കിൽ ഞാൻ പ്രളയത്തിന്റെ നടുക്കം. ഇന്നെന്താ നിത്യമ്മയുടെ കൂടെ ഉറങ്ങണമെന്ന് തോന്നിയത്? ഒന്നുമില്ല. ഞാൻ അച്ഛനോട് പോയി ചോദിച്ചു നിത്യാമ്മയുടെ കൂടെ കിടന്നോട്ടേന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു കിടന്നോളാൻ. വീണാമ്മ ചീത്തയാ. നിത്യാമ്മ പറഞ്ഞിട്ടാ ഞാൻ വീണാമ്മയുടെ അടുത്ത് പോയതും സംസാരിച്ചതൊക്കെ. പക്ഷെ വീണാമ്മ അച്ഛന്റെ പേരിൽ കേസ് കൊടുത്തില്ലേ? പക്ഷേ അതുകൊണ്ട് അച്ഛനൊന്നും സംഭവിച്ചില്ലല്ലോ. വീണാമ്മയ്ക്ക് എന്നോട് ശരിക്കുള്ള ഇഷ്ടമൊന്നുമില്ല. അല്ലെങ്കില് ഞാൻ മോളാന്ന് എല്ലാരോടും പറയണമെന്ന് പറഞ്ഞപ്പോ അത് പറ്റില്ലാന്ന് എന്തിനാ പറഞ്ഞത്? അതെ, ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് കിടന്നാ ഉറങ്ങാനൊന്നും പറ്റില്ല. ഇതൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. ഇപ്പൊ കിടന്നുറങ്ങി. നിത്യാമ്മ ഇനി എന്നാ അങ്ങോട്ട് വരുന്നേ? ഇപ്പൊ നിത്യാമ്മയ്ക്ക് അവിടെ നിന്നോടെ? ബഹളം ഉണ്ടാക്കാൻ അവിടെ വീണാമ്മ ഇല്ലല്ലോ. എന്നാ നിത്യാമ്മ വരുന്നേ? മോൾ ഉറങ്ങ. പറ, എന്നാ നിത്യാമ്മ എന്റെ ശരിക്കും അമ്മയാവണേ? ഞാൻ ഇപ്പോഴും മോളുടെ അമ്മ തന്നെയല്ലേ, പിന്നെന്താ? ആണോ? എനിക്ക് നിത്യാമ്മയുടെ അച്ഛനെയും കൈപിടിച്ച് ഒരുപാട് സ്ഥലത്തേക്ക് പോണം. എന്റെ കൂട്ടുകാരെയൊക്കെ കാണിക്കണം. അവരുടെ വീട്ടിലും പോണം. മധുര നൊമ്പരക്കാറ്റ്